ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഓർക്കിഡിൻ്റെ വീഡിയോ ആണ്. ഓർക്കിഡ് ഇടയ്ക്ക് ഞാൻ ഇതൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ട ചെറിയൊരു തൈ നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു പരീക്ഷണത്തിൽ ചെയ്തതാണ്. നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കുമ്പം ചിലതിലൊക്കെ ഇങ്ങനെ കാണുമല്ലോ, ഇങ്ങനെ റൂട്ട് വന്നിട്ട് നിറയെ ഫ്ലവറായി നിൽക്കണം. അതുപോലെ ഞാൻ ഒരു തൈ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചതൊക്കെയാണ്. നല്ല അടിപൊളിയായിട്ട് അത് പിടിച്ചിട്ടുണ്ട്. അതിനകത്ത് നല്ല ആരോഗ്യമുള്ള നല്ല റൂട്ട് മാത്രമല്ല, അതിൽ നന്നായിട്ട് ഫ്ലവറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ കൂടെയൊക്കെ ആകുമ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല റൂട്ട് താഴോട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോൾ നമുക്ക് വേറെ പോട്ടിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ലതായിട്ട് നമുക്ക് പിടിച്ച് കിട്ടും. സാധാരണ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഇതുപോലത്തുള്ള ഓർക്കിഡിൻ്റെ തൈകൾ നമ്മൾ എടുത്ത് മാറ്റി വേറെ പോട്ടിലോട്ട് മാറ്റുമ്പോൾ ലീഫൊക്കെ അങ്ങ് വാടി പെട്ടെന്നൊന്നും റൂട്ട് പിടിക്കാതെ ഭയങ്കര താമസമാണ് അത് പിടിച്ച് വരാൻ. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ടും പിടിച്ച് കിട്ടും. 2 പ്ലാന്റ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 2 നല്ല ഇത് ഈ ഇടയ്ക്ക് ഒന്ന് വെച്ച് കൊടുത്തതാണ്. അതുപോലെ ഇത് പിടിച്ചത് കണ്ടിട്ട് അതുപോലെ ചെയ്തതാണ്. പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ട് പിടിച്ചിട്ടുണ്ട്. കൂട്ടുകാരുടെ കയ്യിൽ ആരുടെങ്കിലും കയ്യിൽ ഇതുപോലെ ഓർക്കിഡ് ഉണ്ടെങ്കിലും അതുപോലെ ചെടിച്ചട്ടി വാങ്ങിക്കാൻ കയ്യിലില്ലാത്തവരും ഒക്കെ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് നമുക്കൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ്, ടിന്നാണ്. ഇങ്ങനത്തെ ഒരു കുപ്പി എടുത്തിട്ട് ഏതായാലും കുഴപ്പമില്ല, 2ആയിട്ട് നമ്മൾ പകുതി വെച്ചിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് 1/4 ഭാഗം വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സാധാരണ കരിയും നമ്മളെ തൊണ്ടിൻ്റെ ചെറുതായിട്ട് മുറിച്ച ഈ പീസും കൂടിയിട്ട് നമുക്കിതിലോട്ടൊന്ന് നിറച്ച് കൊടുക്കണം. നമ്മൾ കരിക്കട്ടയും തൊണ്ടിൻ്റെ പീസുമായിട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് ഇത്രയെങ്കിലും റൂട്ട് വരണം. അങ്ങനത്തെ പ്ലാന്റാണ് നമുക്ക് മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് നടേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റൂട്ട് കുറഞ്ഞു പോയാൽ ഇത്തിരി പിടിച്ച് കിട്ടാൻ പാടാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഒരു തൈ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഇത്രയും നീളത്തിന് തണ്ട് ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കണം. ഇതിൽ വേണമെങ്കിൽ അല്പം സാബ് ചേർത്ത് ഇതിൻ്റെ കട്ട് ചെയ്ത ആ മുറിപാടിൽ നമുക്ക് അല്പം സാബ് വേണമെങ്കിൽ തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യണില്ല, ഞാൻ അല്ലാതെ തന്നെയാണ് ഇത് വയ്ക്കുന്നത്. ഒരു കുഴപ്പമില്ല, പിടിച്ച് കിട്ടും. അങ്ങനത്തെ പേടിയൊക്കെ ഉള്ളവർ സാബ് ഒന്ന് തേച്ച് കൊടുക്കണേ, തേച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ പോട്ടിലോട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. വെറുതെ ഒന്നിങ്ങനെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കല്പം ചകിരിയുടെ പീസ് കുറച്ച് തൊണ്ടിൻ്റെ പീസുമൊക്കെ ആയിട്ട് നമുക്ക് ഇത് കട്ടിയുള്ള ഇതും നൈസായിട്ടുള്ള ഇതുമാണ് വെച്ച് കൊടുക്കാറുള്ളത്. ചകിരിയായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ പിടിച്ച് കിട്ടാനൊരു ഇതാണ്, എളുപ്പമാണ്. പിന്നെ നമുക്ക് കരിയുടെ പീസും നമുക്കൊന്ന് വെച്ച് കുറച്ചൊന്ന് ഒരുപാടൊന്ന് നമുക്ക് വെച്ചൊന്ന് അമർത്തി വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇത്രേ ആവശ്യമുള്ളൂ. ഇത് മാത്രമേ ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഉപകാരം എന്ന് വെച്ചാൽ ഈ താഴെ നമ്മളിങ്ങനെ വെള്ളത്തിലാണ് വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ഈ റൂട്ട് നല്ല തണുപ്പായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഈ പ്ലാന്റ് എന്നാൽ പിടിച്ച് കിട്ടാം, വാടിപ്പോകാനുള്ള സാധ്യതയില്ല. മറ്റേ നമ്മൾ വെറും ചെറിയ ചട്ടിയിലൊക്കെ നമ്മൾ വെച്ച് കൊടുക്കാം, നനവ് പോരെയിരിക്കും. അതിൻ്റെ എപ്പോഴും നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഈ ലീഫ് കൊണ്ട് ചുരുങ്ങി, എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ലീഫ് അങ്ങ് ചുരുങ്ങി നമുക്ക് റൂട്ട് നന്നായിട്ട് പെട്ടെന്ന് പിടിച്ച് വരില്ല. ചെടി ഒരു ഹെൽത്തി ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് സാധാരണ എല്ലാ ചെടികൾക്കും കൊടുക്കുമ്പോൾ നനവും ഇടയ്ക്ക് കൊടുക്കാം, നമുക്ക് വളങ്ങളും അടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിക്ക് ഇതുപോലുള്ള നല്ല അടിപൊളി ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും. ഇത് കൂടെ ആയാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ വയ്ക്കണമെങ്കിൽ വെച്ചേക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പോട്ടിലോട്ട് മാറ്റി കൊടുക്കാം. കൂട്ടുകാരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഓർക്കിഡുകൾ കാണും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതടുത്ത് നമ്മൾ ഫ്ലവറിനുള്ള ഇതാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ട് നീണ്ടു പോയേക്കാണ്, കണ്ട നല്ലതായിട്ട് നീണ്ടുപോയി. ഈ ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിലാണ് എനിക്ക് നിറയെ തൈകൾ തരണത്. ഇടയ്ക്ക് ഞാൻ 5 തൈയോളം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് എപ്പോഴും ഫ്ലവർ വരുമ്പോൾ ഇങ്ങനെയാണ്, സ്റ്റെമ്മ് നന്നായിട്ട് നീണ്ടു പോയിട്ടാണ് നമുക്ക് ഫ്ലവർ അതിൽ നിന്ന് കിട്ടുന്നത്. ഫ്ലവർ കിട്ടുകയും ചെയ്യും. അതുപോലെ ചുവട്ടിലും എല്ലാം
നമുക്ക് നിറയെ തൈയും തന്നിട്ടുള്ളൊരു മദർ പ്ലാന്റാണ്. ഇതിൽ നിന്നാണ് നമ്മളിപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഇനി പിടിക്കുമോ എങ്ങനെയൊക്കെയാണ് ഇത് കൂടെ നല്ല ഹെൽത്തിയായി ഫ്ലവറൊക്കെ ആകുമ്പോൾ നമ്മൾ വീണ്ടും ഈ വീഡിയോ ഓർക്കിഡിനെ വീണ്ടും കാണിക്കുന്നതായിരിക്കും. കൂട്ടുകാരുടെ കയ്യിൽ എല്ലാവരും ആർക്കും ഒരു പൈസയും ചിലവില്ലാതെ നമ്മൾ വെറുതെ കളയുന്ന കുപ്പിയാണ് ആ കുപ്പി, പ്ലാസ്റ്റിക് കുപ്പി. അതിലെടുത്തിട്ട് നമുക്കിങ്ങനെ വയ്ക്കാം. നല്ല ഇതുമാണ്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഹാങ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ലാതെ വെറുതെ വേണമെങ്കിൽ ഷെയ്ഡിൽ എവിടെയെങ്കിലും വെച്ച് കൊടുത്താൽ, ഓവറായിട്ട് വെയിലില്ലാത്ത ഭാഗത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ മറ്റുള്ള ഓർക്കിഡിന് എങ്ങനെയൊക്കെ ചെയ്യുമോ അതുപോലെ എല്ലാം ഇടയ്ക്ക് സാപ്പൊന്ന് അടിച്ചു കൊടുക്കാം. നമുക്ക് NPK എല്ലാം സ്പ്രേ ചെയ്ത് വെക്കാം. കൂട്ടുകാരെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കേ.